Hello friends, welcome to our channel nathoonztipsstitching. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ടുള്ള ഒരു പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു ചുണ്ട എന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചുണ്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോണ ഈ ഒരു സ്വീറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ എടുത്ത മാങ്ങ ഒരു 4 മാങ്ങ, ഒരെണ്ണം വലിയ മാങ്ങയാണ്, പിന്നെ 2 വലുത് ഞങ്ങൾ ചേർത്താണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായി കഴുകി വെച്ചോക്കണം, എന്നാൽ ഇതിൻ്റെ തൊലി ഒന്ന് നമുക്ക് നന്നായി ചെത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ തൊലി കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താലാണ് നമുക്കത് ഇതിൻ്റെ ഏതേ രീതിയിൽ ഭംഗിയായി കിട്ടുള്ളൂ. അതായത് മിക്സിയിലൊന്നും അടിച്ചാൽ ശരിയാവില്ല, ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്യണം, എന്നാൽ നമുക്കത് നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ചുണ്ട ശരിയായി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായി ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല ചെനച്ച മാങ്ങയായിരുന്നു, പക്ഷേ നല്ല പുളിയുണ്ട്. പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ നോക്കായിരിക്കും നല്ലത് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങ നല്ല പുളിയാണ്, അപ്പോൾ അതുകൊണ്ട് കുറേ പഞ്ചസാര ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു നല്ല അടിക്കട്ടിയുള്ളൊരു ഉരുളിച്ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉരുളി ചട്ടി നന്നായി ചൂടായിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ചീകി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ മാങ്ങേനെ ചട്ടിയിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 5-8 മാങ്ങ ചീകിയതാണിത്. ഇതിലേക്ക് നമുക്കൊരു 500 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 500 ഗ്രാം പഞ്ചസാരോളം വേണം, എന്നാലും നമുക്കിതിൽ മധുരം ഉണ്ടാവുള്ളൂ. ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു നുള്ള് ഉപ്പിടാം. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്ക് നിർത്തിയാൽ അടി പിടിക്കും. ഇതിൽ ഒരു മണത്തിന് വേണ്ടി നമുക്ക് ഒരു പൈനാപ്പിൾ എസൻസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ എസൻസ് തന്നെ വേണമെന്നില്ല, വാനില ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒരു നല്ല മണമൊക്കെ ഉണ്ട്. നല്ല ചെനച്ച മാങ്ങയാണ്, പക്ഷേ ഭയങ്കര പുളിയാണ്. 1 കിലോ മീനിലേക്ക് 1 മാങ്ങ മതി, അത്രയും പുളിയുള്ള മാങ്ങയാണ്. മധുരം നമുക്ക് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി പഞ്ചസാര ഇടാം. ചുണ്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഇത് പിടിച്ച് നോക്കുമ്പോൾ പിടിച്ച് നോക്കുമ്പോൾ നമ്മുടെ നൂല് പാകമാവണം. ഇപ്പോൾ ഇത് ഏതാണ്ട് നൂല് പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ലൊരു ബൗളിലേക്ക് മാറ്റാം.
ഇതന്നെ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അതായത് ഇതുപോലെ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് ഓയിലൊക്കെ തടവിയിട്ട് നമുക്ക് ഇതിങ്ങനെ മിഠായി പോലെ ഉരുട്ടിയിട്ട് പഞ്ചസാരയിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതേപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ചുണ്ട മിഠായിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ചസാര തരിയിൽ ഇങ്ങനെ കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ, തിന്നാൻ നല്ല ടേസ്റ്റും ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. ചുണ്ട മിഠായും കൂടി ഉണ്ടാക്കിയോളൂ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ചുണ്ട എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് എല്ലാവരും കണ്ടില്ലേ? അപ്പം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബായ്.